ഗസ മുനമ്പിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടോളമായി തുടരുന്ന തങ്ങളുടെ സിവിലിയൻ ഭരണകൂട സംവിധാനം ഔദ്യോഗികമായി പിരിച്ചുവിടുകയാണെന്ന് ഫലസ്തീൻ രാഷ്ട്രീയ സൈനിക സംഘടനയായ ഹമാസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2026 ജൂലൈ 6-നായിരുന്നു ഈ നിർണായക പ്രഖ്യാപനം പുറത്തുവന്നത്. ഗസയിൽ ഒരു സാങ്കേതിക വിദഗ്ധ സമിതിക്ക് ഭരണം കൈമാറുന്നതിനും സുഗമമായ സിവിലിയൻ ഭരണം സാധ്യമാക്കുന്നതിനുമാണ് ഈ തീരുമാനമെന്ന് ഹമാസ് വക്താക്കൾ അറിയിച്ചു. എന്നാൽ തങ്ങൾ ആയുധങ്ങൾ ഉപേക്ഷിക്കുമെന്നോ നിരായുധീകരണത്തിന് തയ്യാറാണെന്നോ ഹമാസ് എവിടെയും പ്രഖ്യാപിച്ചിട്ടില്ല. ഹമാസിന്റെ ഈ വിട്ടുവീഴ്ച ദീർഘകാലമായി യുദ്ധക്കെടുതി അനുഭവിക്കുന്ന ഗസയിലെ ജനങ്ങൾക്ക് സമാധാനം കൊണ്ടുവരുമോ, അതോ ഇതിനു പിന്നിൽ മറ്റ് രാഷ്ട്രീയ തന്ത്രങ്ങളുണ്ടോ? വിശദമായി അറിയാം. സ്വാഗതം ഇൻഡപ്തിലേക്ക്. 2025 ഒക്ടോബറിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവച്ച വെടിനിർത്തൽ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഹമാസിന്റെ ഈ പുതിയ നീക്കം. എന്നാൽ ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ ഹമാസ് തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഈ തീരുമാനം വെറുമൊരു കൺകെട്ട വിദ്യ മാത്രമാണെന്നാണ് ഇസ്രായേലിന്റെ പ്രതികരണം. 1987-ൽ ഒന്നാം ഇൻതിഫാദയുടെ കാലത്ത് ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് പ്രസ്ഥാനത്തിന്റെ അനുബന്ധമെന്നോണം രൂപീകരിക്കപ്പെട്ട ഫലസ്തീൻ ഇസ്ലാമിസ്റ്റ് സംഘടനയാണ് ഹമാസ്. ഫലസ്തീന്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിനായി സായുധ പോരാട്ടം നടത്തുന്ന ഹമാസിനെ അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങൾ ഭീകര സംഘടനയായാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഗസയിലെ ഹമാസ് ഗവൺമെന്റിന്റെ മീഡിയ ഓഫീസ് തലവനായ ഇസ്മായിൽ അൽ തവാബ്ദെയാണ് ഭരണസമിതി പിരിച്ചുവിട്ട കാര്യം മാധ്യമങ്ങളെ ഔദ്യോഗികമായി അറിയിച്ചത്. ഗസ ഗവൺമെന്റിന്റെ എമർജൻസി കമ്മിറ്റി തലവൻ മുഹമ്മദ് അൽ ഫറാത്തന്റെ രാജി സമർപ്പിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. UN സുരക്ഷാ കൗൺസിൽ പ്രമേയം പ്രകാരം രൂപീകരിക്കപ്പെട്ട നാഷണൽ കമ്മിറ്റി ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗസ എന്ന സാങ്കേതിക സമിതിക്ക് ഭരണം പൂർണ്ണമായി കൈമാറുന്നതിന് വേണ്ടിയാണ് ഈ പിരിച്ചുവിടൽ. ഇസ്രായേലിന്റെ അധിനിവേശത്തിനും ആക്രമണങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന തടസ്സങ്ങൾ നീക്കാനാണ് തങ്ങൾ ഭരണത്തിൽ നിന്ന് പിന്മാറുന്നതെന്ന് ഹമാസ് വക്താവ് ഹസിം ഖാസിം വ്യക്തമാക്കി. എന്നാൽ ഗസയിലെ തങ്ങളുടെ സുരക്ഷാ ചുമതലകളും പോലീസ് സംവിധാനങ്ങളും തൽക്കാലം തുടരുമെന്നും സിവിൽ മന്ത്രാലയങ്ങളുടെ നടത്തിപ്പ് മാത്രമാണ് കൈമാറുന്നതെന്നും ഹമാസ് കൂട്ടിച്ചേർത്തു. ഫലസ്തീൻ രാഷ്ട്രീയത്തിൽ പ്രധാനമായും 2 ഭരണ വിഭാഗങ്ങളാണ് നിലവിലുള്ളത്. വെസ്റ്റ് ബാങ്ക് പ്രദേശം നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര അംഗീകാരമുള്ള ഫലസ്തീൻ അതോറിറ്റിയും ഗസ മുനമ്പ് നിയന്ത്രിക്കുന്ന ഹമാസും. ഇതിൽ ഫലസ്തീൻ അതോറിറ്റിയുടെ നേതൃത്വം ഫതഹ് പാർട്ടിയുടെ കൈകളിലാണ്. ഹമാസ് ഭരണസമിതി പിരിച്ചുവിട്ടതോടെ ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ഭരണ സംവിധാനങ്ങളെ ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് അനുരഞ്ജന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന ഈജിപ്ത്, ഖത്തർ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അധികാര കൈമാറ്റം എപ്പോൾ പൂർത്തിയാകും എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നിലവിൽ ലഭ്യമായിട്ടില്ല. വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ടം പ്രകാരം ഹമാസ് പൂർണ്ണമായും ആയുധങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാകാതെ തങ്ങൾ ആയുധം താഴെ വെക്കില്ലെന്ന ശക്തമായ നിലപാടിലാണ് ഹമാസ്. ഹമാസിന്റെ സൈനിക ശക്തി നിലനിൽക്കുന്നിടത്തോളം വരാൻ പോകുന്ന ഏത് പുതിയ സിവിലിയൻ ഭരണവും യഥാർത്ഥത്തിൽ ഹമാസിന്റെ സ്വാധീനത്തിലായിരിക്കുമെന്നാണ് ഇസ്രായേലിന്റെ വാദം. സിവിൽ ഭരണം മാറിയാലും ഗസയുടെ ആഭ്യന്തര സുരക്ഷയും പോലീസ് സംവിധാനവും ഇപ്പോഴും ഹമാസിന്റെ പക്കൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പുതിയ സാങ്കേതിക സമിതിക്ക് ഗസയിൽ എത്രത്തോളം സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിലെ സമാധാന ചർച്ചകളുടെ ഭാവി.